100% സാക്ഷരത. കേരളം അഭിമാനത്തോടെ പറയുന്ന ഈ നേട്ടത്തിനു പിന്നിൽ നവോത്ഥാന ആശയങ്ങളെയും വേർതിരിവുകളില്ലാത്ത വിദ്യാഭ്യാസത്തെയും മുൻനിർത്തിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പഠന സ്ഥാപനങ്ങൾ അറിവും യുക്തിചിന്തയും വളർത്തുന്ന ഇടങ്ങളാകണം എന്ന കാഴ്ചപ്പാട്. എന്നാൽ സമീപകാലത്ത് കേരളത്തിലെ ചില വിദ്യാലയങ്ങളിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ളവയിൽ, കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വലിയ ചർച്ചയായി. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഈ പാദപൂജ ഹൈന്ദവാചാരമായ ഗുരുപൂർണിമയുടെ ഭാഗമായാണ് ചില സ്കൂളുകളിൽ നടത്തിയത്. ഒരാളെ ബഹുമാനിക്കുന്നത് തെറ്റല്ല. എന്നാൽ അധ്യാപകനായതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിക്കുകയോ കാൽ പിടിപ്പിക്കുകയോ ചെയ്യുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്. സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുന്നോട്ട് നയിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ദൗത്യം. കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങളും ഈ ആശയത്തിന് ഊന്നൽ നൽകുന്നു. പാദപൂജ പോലുള്ള മതപരമായ ചടങ്ങുകൾ മതേതര സ്വഭാവമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചേർന്നതല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷത എന്ന തത്വത്തിന് വിരുദ്ധമാണ്. ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളാണ് സാമൂഹിക സമത്വബോധം, വ്യക്തിപരമായ അന്തസ്സ്, വിമർശനാത്മക ചിന്ത എന്നിവയെല്ലാം. എന്നാൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന പേരിൽ കുട്ടികളിലേക്ക് മതപരമായ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ കൊണ്ട് കാലു പിടിപ്പിക്കുന്നതും പൂജ ചെയ്യിപ്പിക്കുന്നതും അവരുടെ പഠന മികവിനും അധ്യാപകരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും വേണ്ടിയാണെന്ന് പറയുമ്പോഴും ഇതിന് പിന്നിലെ ഉദ്ദേശം അത്ര നിഷ്കളങ്കമല്ല. സ്വന്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും രൂപീകരിക്കേണ്ട കുട്ടികളിൽ അന്ധമായ അനുസരണശീലം അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. കേരള സമൂഹവും വിദ്യാഭ്യാസ മേഖലയും ആഗോള നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ ഇത്തരം പ്രാകൃതമായ ചിന്താഗതികൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത് ന്യായീകരിക്കാനാവില്ല. അധ്യാപനം എന്നത് മറ്റേതൊരു തൊഴിൽ പോലെ ഒരു സേവനമാണ്. സമൂഹത്തിലെ മറ്റു വ്യക്തികളെ പോലെ അധ്യാപകർക്കും അർഹിക്കുന്ന ബഹുമാനം നൽകുന്നതിനപ്പുറം പ്രത്യേക പരിഗണന അനാവശ്യമാണ്. അധ്യാപകരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, കുമ്പിട്ട് വണങ്ങുക തുടങ്ങിയ ഫ്യൂഡൽ ആചാരങ്ങൾ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്നവയാണ്. ഇതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതിന് പകരം കുട്ടികളെയും സമൂഹത്തെയും വീണ്ടും പിന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സങ്കടകരമാണ്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ആദ്യഘട്ടങ്ങളിൽ അറിവ് പകർന്നു നൽകുന്ന മാർഗദർശികൾ മാത്രമാണ്. മുൻകാലങ്ങളിലേതുപോലെ അധ്യാപകരിൽ നിന്നും മാത്രം വിവരങ്ങൾ ശേഖരിച്ച് പഠിക്കേണ്ട സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്കില്ല. ആഗോള അറിവുകൾ നിമിഷ നേരം കൊണ്ട് അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഇത്തരം സംഭവങ്ങളിലൂടെ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതാധിഷ്ഠിതമാക്കാനാണ് പിന്നിലുള്ളവരുടെ ലക്ഷ്യം. അധ്യാപകർ എപ്പോഴും കർക്കശക്കാരായ ചാക്കോ മാഷുമാർ ആകുന്നതിനു പകരം വിദ്യാർത്ഥികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും അവരുടെ സുഹൃത്തുക്കളായി നിൽക്കുന്നത് സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്നാൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മേൽ ആധിപത്യമുള്ളവരാണെന്ന് പഠിപ്പിക്കുന്ന രീതികൾ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്നത് ദുഃഖകരമാണ്. കേരളത്തിലെ ഒരു വിദ്യാലയവും ജാതിയോ മതമോ പ്രത്യേക പ്രൊപ്പഗണ്ടയോ പ്രചരിപ്പിക്കുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഉള്ള വേദിയാകരുത്. ഗുരുപൂജ, പാദപൂജ തുടങ്ങിയ സനാതന ആശയങ്ങൾ സ്കൂളുകളിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ അറിയാതെയാണെങ്കിൽ പോലും വിഭാഗീയത കുത്തിനിറയ്ക്കപ്പെടാം. വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച വിദ്യാലയങ്ങൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഗുരുപൂർണിമ ദിനത്തിൽ വ്യാപകമായി ഉണ്ടായ പാദപൂജയ്ക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു. കുട്ടികളെ കൊണ്ട് കാലു കഴിയിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്നും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കിട്ടിയാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസം എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും വളർത്താനുള്ളതാണെന്നും ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്നുമാണ് മന്ത്രി പറഞ്ഞത്. അധ്യാപകരോട് ബഹുമാനവും സ്നേഹവും വളർത്താൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. എന്നാൽ അത് അറിവിനെയും മാർഗനിർദ്ദേശങ്ങളെയും ആദരിക്കുന്നതിലൂടെയാകണം. പുസ്തകങ്ങളും അറിവും പുതിയ ചിന്തകളും പങ്കുവെച്ചുകൊണ്ടാണ് ഒരു ഗുരുവിനെ വിദ്യാർത്ഥി ബഹുമാനിക്കേണ്ടത്. വിദ്യാലയങ്ങൾ ചോദ്യം ചെയ്യലിന്റെയും വിമർശനാത്മക ചിന്തയുടെയും ഇടങ്ങളാകണം. അല്ലാതെ കേവലം അനാചാരങ്ങളും അന്ധമായ അനുസരണവും പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി അധപതിക്കരുത്.